ഈ വർഷത്തെ ഹജ്ജ് എംബാർക്കേഷൻ പോയിൻ്റുകൾ പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിന് 3 എയർപോർട്ടുകളാണ് അനുവദിച്ചിട്ടുള്ളത്. എയർലൈൻസിൻ്റെ ടെൻഡർ പൂർത്തിയായപ്പോൾ 3 എയർപോർട്ടിലെയും വിമാന ചാർജിൽ വലിയ വ്യത്യാസമുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ കോഴിക്കോട് എയർപോർട്ടിൽ നിന്നാണ്. കണ്ണൂരും കൊച്ചിയും തട്ടിച്ചു നോക്കുമ്പോൾ ഒരു 40,000 രൂപയുടെ ചാർജ് കൂടുതൽ കോഴിക്കോട്ട് എയർപോർട്ടിനുണ്ട്. കോഴിക്കോട്ട് നിന്നും ഹജ്ജിന് പോകുന്ന തീർത്ഥാടകരിൽ 3000 ആളുകൾ സാമ്പത്തിക പ്രയാസങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് അവർക്ക് കോഴിക്കോട് നിന്ന് കണ്ണൂരിലേക്ക് മാറ്റി തരണമെന്നുള്ള ശക്തമായ ആവശ്യം ഹജ്ജ് കമ്മിറ്റിയുടെ മുമ്പിലും കേന്ദ്ര മൈനോറിറ്റി വകുപ്പിൻ്റെ മുമ്പിലും വന്നു. ഈ വിഷയം ഞങ്ങൾ ചർച്ച ചെയ്തു. ബഹുമാനപ്പെട്ട മന്ത്രി കിരൺ റിജിജുവും ഹജ്ജ് കമ്മിറ്റി ചെയർമാനും ഒഫീഷ്യൽസും എയർ ഇന്ത്യയുമായി ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ചെറിയൊരാശ്വാസം കിട്ടിയിരിക്കുകയാണ്. വലിയൊരാശ്വാസമല്ല. അവർ പറയുന്നത് നമുക്ക് ഇത് സ്പെഷ്യൽ എയർക്രാഫ്റ്റുകളൊക്കെ തയ്യാറായി കഴിഞ്ഞു, അതുകൊണ്ട് ഈ ചാർജിൽ വ്യത്യാസം വരുത്താൻ ബുദ്ധിമുട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. അവസാനം ഗവൺമെൻറ്റിൻ്റെ നിർബന്ധത്തിന് വഴങ്ങിക്കൊണ്ട് കോഴിക്കോട്ട് നിന്നും 516 തീർത്ഥാടകരെ കണ്ണൂരിലേക്ക് മാറ്റാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഏകദേശം 3 എയർക്രാഫ്റ്റ് വരും. 516 ആളുകൾ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ മുമ്പിലുള്ള ബുദ്ധിമുട്ട് 3000-ഓളം തീർത്ഥാടകർ എയർപോർട്ട് മാറ്റണമെന്നുള്ള അപേക്ഷ വന്നിട്ടുണ്ട്. ഏതായാലും കൂടുതൽ അപേക്ഷ വരികയാണെങ്കിൽ സാധാരണ നമ്മൾ തീർത്ഥാടകരെ തിരഞ്ഞെടുക്കുന്നത് പോലെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കേണ്ടി വരും എന്നുള്ള ഒരു കാര്യമാണ് എനിക്ക് അറിയിക്കാനുള്ളത്. കോഴിക്കോട്ട് നിന്ന് 516 തീർത്ഥാടകരെ കണ്ണൂരിലേക്ക് മാറ്റാൻ സാധിക്കും. കണ്ണൂരിൽ നിന്ന് കൂടുതൽ ഹാജിമാർ, കണ്ണൂർ എയർപോർട്ടിൽ നിന്ന് കൂടുതൽ ഹാജിമാർ ഇക്കുറി ഹജ്ജിന് പുറപ്പെടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഞങ്ങൾ ഹജ്ജ് കമ്മിറ്റിയിൽ ഭാരവാഹിത്വത്തിലേക്ക് വരുന്ന സന്ദർഭത്തിൽ ഇന്ത്യയിൽ ഒരു 10 എംബാർക്കേഷൻ പോയിൻ്റേ ഉള്ളൂ. അപ്പോൾ പല ഭാഗത്തു നിന്നും തീർത്ഥാടകർ പറഞ്ഞു ഞങ്ങളുടെ തൊട്ടടുത്തുള്ള എയർപോർട്ടിൽ നിന്ന് പോകാൻ ഞങ്ങൾക്ക് ഒരു അവസരം തരണം. അത് കണ്ടിട്ടാണ് ഞങ്ങൾ എംബാർക്കേഷൻ പോയിൻ്റുകൾ 22ആയി വർദ്ധിപ്പിച്ചു. പക്ഷേ ഇപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ പല കൊച്ചു കൊച്ചു എയർപോർട്ടിലെയും ഫ്ലൈറ്റ് ചാർജ് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഗയ എന്ന് പറയുന്ന എയർപോർട്ടിൽ നിന്ന് ഹജ്ജിന് പോകണമെങ്കിൽ 1,55,000 രൂപയാണ്. എന്നാൽ മുംബൈയിൽ നിന്ന് ഹജ്ജിന് പോകാൻ 76,000 രൂപയുള്ളൂ. കണ്ണൂരിനും കൊച്ചിയേക്കാളും കുറവാണ്. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ഞങ്ങൾ പഠിച്ചപ്പോൾ വലിയ വിമാന കമ്പനികൾ ഈ ഗ്ലോബൽ ടെൻഡറിൽ പങ്കെടുക്കും. അവർ കൂടുതൽ തീർത്ഥാടകരുള്ള ബോംബെയിൽ നിന്നും കഴിഞ്ഞ വർഷം 35,000 ആളും പോയിരുന്നു. അപ്പോൾ കൂടുതൽ വോളിയം ബിസിനസ് കിട്ടുമ്പോൾ അവർ റേറ്റ് കുറച്ചിട്ടാണ് പങ്കെടുക്കുന്നത്. താരതമ്യേന ഇപ്പോൾ ഗയ അല്ലെങ്കിൽ ഭോപ്പാൽ $1,500-1,700 അവിടുത്തെ റേറ്റ്. കണ്ണൂരിലുള്ളത് $1,020. അപ്പോൾ ആ വിധത്തിൽ വ്യത്യാസം വരുന്നത് ഈ ഹാജിമാരുടെ എണ്ണം പരിഗണിച്ചു, പിന്നെ ഒരു ഗ്ലോബൽ മത്സര ബുദ്ധിയോടുകൂടി ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്ന എയർലൈൻസാണ് ഈ കാര്യങ്ങളിലൊക്കെ അന്തിമ തീരുമാനം എടുക്കുന്നത്. നമുക്കറിയാം ഏത് ടെൻഡറിലും ലോവസ്റ്റായിട്ട് വരുന്നവരെ മാത്രമേ നമുക്ക് പരിഗണിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്തരമൊരു പ്രയാസം ഹാജിമാർ നേരിടുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മളിത് വീണ്ടും ചർച്ച ചെയ്യേണ്ടതുണ്ട്. കേരളത്തിൽ നിന്ന് 3 എന്നുള്ളത് ഒന്നാക്കി ചുരുക്കുകയാണെങ്കിൽ, എല്ലാ ഹാജിമാരും ഒരു എയർപോർട്ടിൽ നിന്ന് പോവുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക്
റേറ്റ് കുറക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. പുതിയ ഹജ്ജ് കമ്മിറ്റിയൊക്കെ ഈ വിഷയം ചർച്ച ചെയ്യേണ്ടതാണ് എന്നാണ് ഇത് സംബന്ധിച്ച് എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്. കണ്ണൂരിൽ തന്നെ ആയാലും അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കാൻ പറ്റുമോ? അല്ല, അനുഭവം അതാണ്. ഇപ്പോൾ ബോംബെയിൽ വളരെ ചെറിയ ചാർജ്, കഴിഞ്ഞ പ്രാവശ്യം 50,000 ബോംബെയിലെ ചാർജ്. അന്ന് ഇവിടെ എനിക്ക് തോന്നുന്നത് കണ്ണൂർ 80,000 ചാർജ്, 30,000 രൂപേൻ്റെ വ്യത്യാസമുണ്ട്. ഈ വിധത്തിലാണ് കാണുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ച് പണ്ട് നമുക്ക് നമ്മുടെ കാരിയർ നമുക്ക് സ്വന്തമായി ഇന്ത്യ ഗവൺമെൻറ്റിന് വിമാന കമ്പനികളുണ്ടായിരുന്നു. ഇന്നെല്ലാം പ്രൈവറ്റൈസ് ചെയ്തിരിക്കുകയാണ്. സ്വാഭാവികമായും ഈ റേറ്റിലുള്ള വർധനവ് ഹജ്ജ് കമ്മിറ്റിക്കോ ഗവൺമെൻറ്റിനോ നിയന്ത്രണത്തിലുള്ളതല്ല എന്നുള്ളതാണ് ഒരു വിഷമം. ഈ കോഴിക്കോട് പ്രശ്നമായത് എയർ ഇന്ത്യ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തത് എന്നുകൊണ്ടാണ്. കോഴിക്കോട് എയർപോർട്ടിനെ സംബന്ധിച്ച് ഒരു തെറ്റായ ഒരു കാഴ്ചപ്പാട് മാർക്കറ്റിലുണ്ട്. കാരണം അത് ഒരു ടേബിൾ ടോപ്പ് എയർപോർട്ടാണ്, വലിയ വിമാനങ്ങൾ അവിടെ ലാൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നൊക്കെയുള്ളത് കൊണ്ട് പലരും താല്പര്യം കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു കോഴിക്കോട് എയർപോർട്ടിനെ സംബന്ധിച്ചുള്ള ഒരു സങ്കടം. പക്ഷേ എയർപോർട്ട് ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റൊക്കെ താല്പര്യമെടുത്ത് അവിടുത്തെ റൺവേ വൈഡൻ ചെയ്യുന്ന വർക്ക് ദ്രുതഗതിയിൽ നടക്കുന്നുണ്ട്. തീർച്ചയായും കോഴിക്കോട് എയർപോർട്ടിൻ്റെ രൂപവും ഭാവവും മാറുമ്പോൾ ഈ ഒരു അവസ്ഥ മാറും. വലിയ വിമാനങ്ങൾ, വൈഡ് ബോഡി വിമാനങ്ങളൊക്കെ കോഴിക്കോട് വരുന്നതോടുകൂടി കോഴിക്കോട്ട് തീർച്ചയായും കൂടുതൽ വിമാന കമ്പനികൾ ഹജ്ജ് ടെൻഡറിലൊക്കെ പങ്കെടുക്കാൻ സാധ്യതയുണ്ട്. 516 എന്ന് പറയുന്നത് അവരുടെ റിക്വസ്റ്റ് അനുസരിച്ചാണ്. അല്ല, 3000-ഓളം റിക്വസ്റ്റ് നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ എയർ ഇന്ത്യ സമ്മതിച്ചത് ഈ 3 എയർക്രാഫ്റ്റുകൾ ഇങ്ങോട്ടേക്ക് മാറ്റാം. കാരണം കോഴിക്കോടും കണ്ണൂരും രണ്ടും എയർ ഇന്ത്യയാണ് ടെൻഡറിൽ. അതുകൊണ്ടാണ് ഈ സൗകര്യം കിട്ടിയത്. മറ്റൊരു എയർപോർട്ടിലും നമുക്ക് ഈ വിഷയത്തിൽ ഇടപെട്ട് ഒരു അനുകൂലമായ തീരുമാനം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ഏതായാലും ചെറിയൊരു ആശ്വാസം കേരളത്തിലെ ഹാജിമാർക്ക് കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ ഹജ്ജിൻ്റെ കേസ് വരുമ്പോൾ തന്നെ ഇപ്പോൾ കണ്ണൂർ വിമാനത്താവളം നമുക്ക് ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ ഉപയോഗിക്കാൻ പറ്റുന്ന അതിനെ അനുയോജ്യമായതാണ്